السلام عليكم ورحمة الله وبركاته. 9 مبادرات للإحالة الطبية وسجل وطني للفصل العضوي. إلى التفاصيل. كشف المجلس الصحي السعودي عن 9 مبادرات لتطوير الخدمات المختلفة في إطار برنامج جودة الحياة الذي تم اعتماده مؤخرا، تشمل حملة وطنية للتوعية ببرامج التبرع بالأعضاء وبرامج الوقاية في مجال الصحة العامة، وتطبيق استراتيجية الرعاية الصحية وتطوير الجودة والسلامة، كما تشمل التنشيط برامج التبرع بالأعضاء في العنايات المركزة، وخطة وطنية للإحالة الصحية، وسجلا وطنيا للفشل العضوي، فضلا عن دعم مبادرات المركز الوطني للأورام من جهة الإرشادية السريرية الوطنية للطب التلطيفي في علاج الأورام، وذلك بهدف تحسين نوعية حياة المرضى وأسرهم. أبرز مبادرات المجلس الصحي لتحسين جودة الحياة: 1. خطة وطنية للإحالة الصحية. 2. سجل وطني للإحالة الصحية. 3. تطوير الجودة ومعايير السلامة. 4. تنشيط برامج التبرع بالأعضاء. 5. تطبيق استراتيجية الرعاية. السلام عليكم ورحمة الله. ഇന്നത്തെ വാർത്ത അനലൈസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഹെഡിങ് 9 مبادرات للإحالة الطبية وسجل وطني للفشل العضوي. മുബാദറാത്ത് നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. മുബാദറ സംരംഭം, ഇനീഷ്യേറ്റീവ് എന്നൊക്കെ. ഇവിടെ 9 മുബാദറാത്ത് 9 സംരംഭങ്ങൾ, 9 ഇനീഷ്യേറ്റീവ്സ് ലിൽ ഇഹാല തിബ്ബിയ്യ മെഡിക്കൽ റഫറലിന് വേണ്ടിയിട്ടുള്ള. ഇത് മെഡിക്കൽ റഫറൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്നതിനാണ്. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ പോയി അവിടെ കൂടുതൽ സൗകര്യം, വേണ്ടത്ര സൗകര്യമില്ല ആ രോഗിയുടെ അവസ്ഥ അനുസരിച്ച് എങ്കിൽ അവർ റഫർ ചെയ്യും, മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് റഫർ ചെയ്യും. നമ്മുടെ നാട്ടിലൊക്കെ ഡോക്ടർ ഒരു പേപ്പറിലാണ് എഴുതി കൊടുക്കുകയാണ്. പക്ഷെ ഗൾഫിലോ അല്ലെങ്കിൽ ശരിക്കുള്ളത് മെഡിക്കൽ റഫറൽ എന്ന് പറഞ്ഞാൽ അവരുടെ റിസ്കിൽ അത് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക്, വേണ്ടത്ര സൗകര്യമുള്ള ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ തന്നെ മാറ്റുന്ന സമയത്ത് തന്നെ അങ്ങോട്ട് പേര് അറിയിച്ച് എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു വെക്കും. മെഡിക്കൽ റഫറൽ. അപ്പോൾ മെഡിക്കൽ റഫറലിന് വേണ്ടിയുള്ള 9 സംരംഭങ്ങൾ കൊണ്ടുവരുന്നു എന്നാണ്. അതുപോലെ തന്നെ സിജിൽ വത്തനി, ഒരു നാഷണൽ രജിസ്ട്രി ലിൽ ഫഷലുൽ ഉളവി, അൽ ഫഷലുൽ ഉളവി എന്ന അസുഖവുമായി ബന്ധപ്പെട്ട് ഒരു നാഷണൽ രജിസ്റ്റർ, അതായത് ആർക്കൊക്കെയാണ് അതുണ്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള അതിന്റെ ഒരു രജിസ്റ്റർ, അതും കൊണ്ടുവരുന്നു. അൽ ഫഷലുൽ ഉളവി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ ഓർഗാനിക് ഫെയിലിയർ, നമ്മളെ മലയാളത്തിൽ വളർച്ച മുരടിപ്പ് എന്ന് പറയില്ലേ, വളർച്ച മുരടിച്ചു പോവുക, അതുമായി ബന്ധപ്പെട്ടൊരു അസുഖമാണ് അൽ ഫഷലുൽ ഉളവി. അതിന്റെ വിശദീകരണം: كشف المجلس الصحي السعودي عن 9 مبادرات لتطوير الخدمات المختلفة في إطار برنامج جودة الحياة. المجلس الصحي എന്ന് പറഞ്ഞാൽ ഹെൽത്ത് കൗൺസിൽ, സൗദി ഹെൽത്ത് കൗൺസിൽ 9 മുബാദറാത്ത് 9 ഇനിഷ്യേറ്റീവ്സ്, 9 സംരംഭങ്ങൾ. ഇവിടെ അൽ മജ്ലിസു സഹി എന്ന് പറഞ്ഞാൽ ഹെൽത്ത് കൗൺസിൽ. മജ്ലിസിൽ നമ്മൾ കൗൺസിൽ എന്ന് അർത്ഥം പറയാറുണ്ട്. മജ്ലിസിന് ഒരുപാട് അർത്ഥമുണ്ട്. കൗൺസിൽ എന്നും അർത്ഥം പറയും. ഗൾഫ് നാടുകളിൽ ഇപ്പൊ UAE ഇപ്പോ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, ഈ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ള മിനിസ്ട്രി പല മേഖലകളിലും മിനിസ്ട്രി എന്നുള്ള ഒരു പേര് മാറ്റിയിട്ട്, ഇപ്പോ ഉദാഹരണത്തിന് എഡ്യൂക്കേഷന്റെ മജ്ലിസ് തെർബിയ താലീം എന്നാണ് പറയാറ്. വസാറത്ത് തെർബിയ താലീം എന്നുള്ളത് മാറ്റിയിട്ട് മജ്ലിസ് തെർബിയ താലീം, എഡ്യൂക്കേഷണൽ കൗൺസിൽ. അവിടെയുള്ള ബിൽഡിങ്ങിന് ആദ്യം വസാറത്ത് തെർബിയ താലീം എന്നുള്ള പേരൊക്കെ മാറ്റിയിട്ട് മജ്ലിസ് തെർബിയ താലീം എന്ന് പേരിട്ടിട്ടുണ്ട്. മജ്ലിസ് എന്ന് പറഞ്ഞാൽ കൗൺസിൽ. ഇവിടെ അൽ മജ്ലിസ് സഹി എന്ന് പറഞ്ഞാൽ ഹെൽത്ത് കൗൺസിൽ. അപ്പൊ സൗദിയുടെ ഹെൽത്ത് കൗൺസിൽ അവര് 9 ഇനീഷ്യേറ്റീവ്സ്, 9 സംരംഭങ്ങൾ വെളിപ്പെടുത്തി. മുഖ്തലിഫ ഫി ഇതാരി ബർനാമജ് ജൗദത്തുൽ ഹയാത്ത്. അവർക്കൊരു ബർനാമജ് ഉണ്ട്, ഒരു പ്രോഗ്രാം, ജൗദത്തുൽ ഹയാത്ത് എന്ന്, ക്വാളിറ്റി ലൈഫ്. ജൗദത്തുൽ ഹയാത്ത് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ലൈഫ്. അപ്പൊ ക്വാളിറ്റി ലൈഫ് എന്ന പ്രോഗ്രാമിന്റെ അണ്ടറിൽ ഫി ഇതാരി, അതിന്റെ ഫ്രെയിം വർക്കിൽ വ്യത്യസ്തമായ സർവീസുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി
ലിതത്വീരിൽ ഖിദ്മാത്തിൽ മുഖ്തലിഫ വ്യത്യസ്തമായ സർവീസുകൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി ഫി ഇതാരി ബർനാമജ് ജൗദത്തുൽ ഹയാത്ത് ക്വാളിറ്റി ലൈഫ് എന്ന പ്രോഗ്രാമിന്റെ ചട്ടക്കൂടിൽ അതിന്റെ താഴെ പിന്നെ അല്ലദീ തമ്മ ഇഅ്തിമാദുഹു മുഅഖറൻ ആ ബർനാമജ് ആ പ്രോഗ്രാം തമ്മ ഇഅ്തിമാദുഹു അത് അപ്രൂവ് ചെയ്തു മുഅഖറൻ റീസെന്റ്ലി ഇപ്പോ ഈ അടുത്തായി മുഅഖറൻ എന്ന് പറഞ്ഞാൽ ഈ അടുത്തായി അവസാനമായി എന്നൊക്കെ നമ്മൾ പറയില്ലേ അതിന്റെ അർത്ഥം ഈ അടുത്തായി ഇങ്ങനെ റീസെന്റ്ലി ഇപ്പോ കുറച്ചു മുമ്പ് അതിനെ ഇഅ്തിമാദ് ചെയ്തു അതിനെ അപ്രൂവ് ചെയ്തു തമ്മ ഇഅ്തിമാദുഹു അപ്രൂവ് ഇവിടെ നമുക്ക് പിന്നെ നമ്മളൊരു സാധാ ശൈലിയിൽ പോവുകയാണെങ്കിൽ ഏത്തമദഹു മുഅഖറൻ എന്ന് പറയാം. പക്ഷെ ഒരു മോഡേൺ അറബി അല്ലെങ്കിൽ ഒരു പത്രഭാഷാ ശൈലിയാണ് തമ്മ ഏത്തിമാദുഹു. ഒരു തമ്മ എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചിട്ട് അതിന് ശേഷം എന്ത് പ്രവൃത്തിയാണോ എന്ത് ആക്ഷനാണോ വരുന്നത് അതിന്റെ മസ്തർ ഉപയോഗിക്കുക. ഏത്തമദഹു എന്നതിന് പകരം തമ്മ ഏത്തിമാദുഹു. അത് പത്രങ്ങളിലൊക്കെ സാധാരണ കണ്ടുവരുന്ന ഒരു ശൈലിയാണ്. തമ്മ ഏത്തിമാദുഹു, തമ്മ ഫേലുഹു, തമ്മ കശ്ഫുഹു, തമ്മ ദബുത്ത്, അങ്ങനെ തമ്മ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ശേഷം മസ്തർ വരാറുണ്ട്. അതേപോലെ തന്നെ പിന്നെ സാന്ദർഭികമായിട്ട് പറയുന്ന ഒരു കാമ ബിഇഅ്തിമാദിഹി എന്നും പറയാറുണ്ട്. അല്ലദീ കാമ ബിഇഅ്തിമാദിഹി മുഅഖറൻ. പക്ഷെ കാമ ഉപയോഗിക്കുമ്പോൾ നമ്മൾ സാധാരണയായി കണ്ടുവരുന്നത് പിന്നെ അതിന്റെ സബ്ജക്റ്റും കൂടെ പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോ ഏതമദഹുൽ മജ്ലിസു മുഅഖറൻ എന്നാണെങ്കിൽ കാമൽ മജ്ലിസു ബിഇഅ്തിമാദിഹി മുഅഖറൻ. ഏതമദഹുൽ മജ്ലിസ് റീസെന്റ്ലി ഇപ്പൊ അടുത്താണ് എന്നതിന് പകരം കാമൽ മജ്ലിസു ബിഇഅ്തിമാദിഹി മുഅഖറൻ എന്ന് പറയാം. അവിടെ മജ്ലിസ് എന്നുള്ള ഫായിലിനെ അല്ലെങ്കിൽ സബ്ജക്റ്റിനെ പറയുന്നില്ല. അങ്ങനെ നേരെ ഇതിപ്പോ പറഞ്ഞ മാതിരി ഏതമദഹു മുഅഖറൻ അല്ലദീ ഏതമദഹു മുഅഖറൻ എന്ന് മാത്രമാണെങ്കിൽ തമ്മ ഏതിമാദുഹു എന്നും ഉപയോഗിക്കും. ഇപ്പൊ തമ്മ എന്ന് ഉപയോഗിക്കുമ്പോൾ അവിടെ ഫായിൽ ഉണ്ടാവില്ല. അതായത് അത് മജ്ഹൂല എന്നുള്ള അർത്ഥത്തിലല്ല, അവിടെ ഫായിലിനെ അത്ര മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ സ്ഥലത്ത് തമ്മ എന്നും മെൻഷൻ ചെയ്യുന്ന സ്ഥലത്ത് കാമ എന്നും ഉപയോഗിക്കാറുണ്ട്. കാമ ഉപയോഗിക്കുമ്പോൾ ഒരു ഹർഫ് ബാ കൊണ്ടാണ് അത് വിട്ടുകിടക്കൽ, അതിന്റെ താജി. അപ്പോ കാമൽ മജ്ലിസു ബിഇഅ്തിമാദിഹി അല്ലെങ്കിൽ തമ്മ ഏതിമാദുഹു. എന്തായാലും തമ്മന്റെ ശേഷം ഒരു മസ്തറാണ് വരാറ്. പിന്നെ തശ്മലു ഹംല വതനിയ, ഈ വ്യത്യസ്ത സർവീസുകൾ അല്ലെങ്കിൽ ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞില്ലേ, ആ പ്രോഗ്രാം എന്തൊക്കെയാണ് ഉൾക്കൊള്ളുന്നത്? ഇൻക്ലൂഡിംഗ് തശ്മലു ഹംല വതനിയ ലിത്തൗഇയ. ഹംല വതനിയ ഒരു നാഷണൽ ക്യാമ്പയിൻ. ലിത്തൗഇയ, തൗഇയ എന്ന് പറഞ്ഞാൽ ബോധവൽക്കരണത്തിന് വേണ്ടി. ബിബറാമിജി അത്തബറുഅ ബില്ലാഹ്. തബറുജ് ബില്ലാഹ് എന്ന് പറഞ്ഞാൽ അവയവദാനം. അവയവദാനം പ്രോഗ്രാം, അവയവദാനത്തിന്റെ ഒരു ബറാമിജ് അവരുടെ ഇതിലുണ്ട്. അതിന്റെ ബോധവൽക്കരണം, അതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം അത് നടത്താൻ വേണ്ടിയുള്ള ഒരു നാഷണൽ ക്യാമ്പയിൻ, അതും ഇതിൽ ഉൾപ്പെടും. തബറുഅ ബിൽ അഅ്ല എന്ന് പറഞ്ഞാൽ അവയവദാനം. ബറാമിജ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം. നമ്മൾ മുമ്പ് ബർനാമജ് എന്ന് പറഞ്ഞാലും പ്രോഗ്രാമാണ്. അതൊരു വലിയ ബർനാമജ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ, ഇപ്പൊ ജൗദത്തുൽ ഹയാത്ത് ക്വാളിറ്റി ലൈഫ് എന്ന വലിയ ടൈറ്റിൽ വരുന്നതിനാണ് ബർനാമജ് എന്ന് പറഞ്ഞത്. അതിന്റെ താഴെ വരുന്ന സബ് പ്രോഗ്രാമുകൾ, ചെറിയ ചെറിയ പ്രോഗ്രാമുകളിലൊക്കെ ബറാമിജ് എന്ന് പറയും. നമ്മളിപ്പോ സിസ്റ്റത്തിൽ നിന്ന്, നെറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഓൺലൈനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതിനൊക്കെ ബറാമിജ് എന്നാണ് പറയാറ്. ബർനാമജ് വലിയ പ്രോഗ്രാമുകളൊക്കെ ബർനാമജ് എന്നും പറയും. പിന്നെ ബറാമിജ് തബറു ബിൽ അഅ്ല വ ബറാമിജിൽ വിഖായ ഫി മജാലിസ് ആമ്മ, പബ്ലിക് ഹെൽത്ത് മേഖലയിലുള്ള പ്രിവെൻഷൻ പ്രോഗ്രാം. അതായത് പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ പ്രതിരോധ പ്രോഗ്രാം, പ്രിവെൻഷൻ പ്രോഗ്രാം. വ ബറാമിജ് അൽ വിഖായ ഫി മജാലിസ് ആമ്മ, പബ്ലിക് ഹെൽത്ത് മേഖലയിൽ, മജാൽ മേഖല, അതിന്റെ മേഖലയിലുള്ള പ്രിവെൻഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ പ്രതിരോധ പ്രോഗ്രാം. അതുപോലെ തന്നെ തത്ബീഖ് ഇസ്തിറാത്തിജിയത്തി റിആയ സിഹിയ, ഹെൽത്ത് കെയർ സ്ട്രാറ്റജി അപ്ലൈ ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക, അത് നടപ്പാക്കുക. തത്ബീഖ് എന്ന് പറഞ്ഞാൽ നടപ്പാക്കുക അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യുക. ഇംപ്ലിമെന്റേഷൻ ഓഫ് സ്ട്രാറ്റജി, ഹെൽത്ത് കെയർ സ്ട്രാറ്റജി. ഇസ്തിറാത്തിജിയത്ത് സ്ട്രാറ്റജി, റിആയ സിഹിയ ഹെൽത്ത് കെയർ. അതുപോലെ തത്വീറുൽ ജൗദ വസ്സലാമ, സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി, അതിനെ ഡെവലപ്പ് ചെയ്യുക. തത്വീർ എന്ന് പറഞ്ഞാൽ ഡെവലപ്പിംഗ്, ഡയറ്റിന്റെ ക്വാളിറ്റി, അതുപോലെ തന്നെ സേഫ്റ്റി, അത് രണ്ടും ഡെവലപ്പ് ചെയ്തെടുക്കുക. ഇതൊക്കെ ഇതിൽ വരുന്ന, ഈ പ്രോഗ്രാമിന്റെ കീഴിൽ വരുന്നതാണ്. കമാ തശ്മലു തൻഷീത്ത് ബറാമിജ് അത്തബറു ബിൽ അഅ്ല ഫിൽ ഇനായാത്തിൽ മുറക്കസ. അതുപോലെ തന്നെ അത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് തൻഷീത്ത് എന്ന് പറഞ്ഞാൽ ആക്ടിവേറ്റ്, അതിനൊന്ന് ആക്റ്റീവ് ചെയ്തെടുക്കുക.
തംഷീത്ത് ബറാമിജ് തബറു ബിൽ അഅല, അവയവദാന പ്രോഗ്രാം അതിനെ ആക്റ്റീവ് ചെയ്തെടുക്കുക. എവിടെ? ഫിൽ ഇനായാത്തിൽ മുറക്കസ, ഇന്റൻസീവ് കെയറിൽ. അൽ ഇനായാത്തുൽ മുറക്കസ എന്ന് പറഞ്ഞാൽ ഇന്റൻസീവ് കെയർ. നമ്മളിവിടെ ICU എന്നൊക്കെ പറയില്ലേ, ICU ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ വഹ്ദത്തുൽ ഇനായാത്തുൽ മുറക്കസ. വഹ്ദ എന്നാണ് യൂണിറ്റ്, വഹ്ദത്തുൽ ഇനായാത്തുൽ മുറക്കസ പറഞ്ഞാൽ ICU ഇന്റൻസീവ് കെയർ യൂണിറ്റ്. അപ്പൊ ഇന്റൻസീവ് കെയറിൽ ഈ അവയവദാനത്തിന്റെ ആ പ്രോഗ്രാം അത് ഒന്ന് ആക്ടിവേറ്റ് ചെയ്തെടുക്കുക, ആക്റ്റീവ് ചെയ്യാം. വഖുത്ത വതനിയ, അതുപോലെ തന്നെ ഒരു നാഷണൽ പ്ലാന് ലിൽഅനും ഉണ്ടാക്കുക. ലിൽ ഇഹാല സിഹിയ, ഹെൽത്ത് റെഫറലിന്. നമ്മൾ ഹെഡിങ് പറഞ്ഞ ആ മെഡിക്കൽ റെഫറൽ, ഹെൽത്ത് റെഫറൽ എന്നൊക്കെ പറഞ്ഞാൽ ഒന്നല്ലേ. അപ്പോ ഈ ഹോസ്പിറ്റലിൽ സൗകര്യങ്ങൾ എവിടേക്ക് കൊണ്ടുപോകണം, അവിടെ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളതൊക്കെ അതിന്റെയൊക്കെ ഒരു രൂപം, അതിനുള്ളൊരു പ്ലാന്. വഖുത്ത വതനിയ, ഒരു നാഷണൽ പ്ലാൻ ലിൽ ഇഹാല സിഹിയ, ഹെൽത്ത് റെഫറലിന്. അതുപോലെ തന്നെ സിജില്ലൻ വതനിയൻ, ഒരു നാഷണൽ രജിസ്റ്ററും. ലിൽ ഫസലിൽ ഒളുവി, ഓർഗാനിക് ഫെയിലിയറിനുള്ളൊരു രജിസ്റ്ററും. നമ്മൾ ഈ വളർച്ച മുരടിക്കാന്നൊക്കെ പറഞ്ഞില്ലേ, അതിന്റെ ഒരു രജിസ്റ്റർ, അത് അതിന്റെ ഒരു ശരിക്കുള്ള ഒരു രജിസ്റ്റർ, ആർക്കൊക്കെ ഉണ്ട്, എന്തൊക്കെയോ എങ്ങനെയൊക്കെയാണെന്നുള്ളൊരു രജിസ്റ്റർ ഉണ്ടാകുക. ഫളൻ അൻ ദഅമി മുബാദറാത്തിൽ മർക്കസിൽ വതനി ലിൽ ഔറാം, അതുപോലെ തന്നെ അതോടുകൂടെ തന്നെ ഫളൻ അൻ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. ഫളൻ അൻ എന്ന് പറഞ്ഞാൽ ആസ് വെൽ ആസ്, ഇതിനോടുകൂടെ ഇതും എന്നുള്ളൊരു അർത്ഥത്തില്. ഫളൻ അൻ ദഅമി മുബാദറാത്ത് അൽ മർക്കസിൽ വതനി ലിൽ ഔറാം, നാഷണൽ സെന്റർ ട്യൂമർ ബാധിക്കുന്ന പറഞ്ഞാൽ അതൊരു അസുഖമാണ്. അൽ മർക്കസുൽ വതനി ലിൽ ഔറാം, നാഷണൽ സെന്റർ ഫോർ ട്യൂമർ, അതിന്റെ സംരംഭങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അൻദാമി, അതോടുകൂടെ തന്നെ ഫളൻ അൻദാമി മുബാദറാത്തിൽ മർക്കസുൽ വതനി ലിൽ ഔറാം, നാഷണൽ സെന്റർ ഫോർ ട്യൂമർ, അതിന്റെ ഇനീഷ്യേറ്റീവ്സിനെ, അതിന്റെ സംരംഭങ്ങൾ, അതിന്റെ പ്രവർത്തനങ്ങൾ, അതിനെ ഒന്ന് സപ്പോർട്ടും ചെയ്യുക. മിൻ ജിഹത്തിൻ ഉഖ്റ, മറ്റൊരു ഭാഗത്തൂടെ അസ്ദറൽ മജ്ലിസു സഹി, ഹെൽത്ത് കൗൺസിൽ നടപ്പാക്കി അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്തു, കൊണ്ടുവന്നു, ഇഷ്യൂ ചെയ്തു. അൽ അദില്ല അൽ ഇർഷാദിയ സരീരിയ അൽ വതനിയ, നാഷണൽ ക്ലിനിക്സ് ഗൈഡ്ലൈൻസ് അവര് പബ്ലിഷ് ചെയ്തു. അൽ അദില്ല അൽ ഇർഷാദിയ ഗൈഡ് ലൈൻ, അസരീരിയ പറഞ്ഞാൽ ക്ലിനിക്കൽ ഗൈഡ് ലൈൻ. നാഷണൽ അതിന്റെ ഗൈഡ് ലൈന് അതെങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ള ഒരു മാർഗനിർദ്ദേശങ്ങൾ, അല്ല അതിൽ ഇർഷാദിയ മാർഗനിർദ്ദേശങ്ങൾ, ഗൈഡ് ലൈൻ എന്ന് ഇംഗ്ലീഷ് പറയും. അസരീരിയ പറഞ്ഞാൽ ക്ലിനിക്കൽ, അൽ വതനിയ നാഷണൽ. സരീരിയ എന്ന് പറഞ്ഞാൽ ക്ലിനിക്കൽ. ഇപ്പൊ നമ്മള് അൽ മുആലജ സരീരിയ എന്ന് പറഞ്ഞാൽ ക്ലിനിക്കൽ ട്രീറ്റ്മെന്റ്. അൽ ഇലാജു സരീരിയ, അൽ ഇലാജു സരീരി ക്ലിനിക്കൽ ട്രീറ്റ്മെന്റ്, കിടന്നുകൊണ്ടുള്ള ചികിത്സ. ശരീർ കട്ടിൽ, അതിൽ നിന്ന് പോകുന്നതാണത്. അസരീരിയ എന്ന് പറഞ്ഞാൽ ക്ലിനിക്കൽ. ഇലാജിൽ ഔറാം, എന്തിനുള്ള ഒരു ക്ലിനിക്കൽ ട്രീറ്റ്മെന്റ്, ക്ലിനിക്കൽ ഗൈഡ് ലൈൻസ്. തൽത്തീഫി എന്ന് പറഞ്ഞാൽ പാലിയേറ്റീവ് മെഡിസിൻ, നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഇവിടെ കണ്ടിട്ടില്ല പാലിയേറ്റീവ് സെന്ററുകൾ. അൽ മർക്കസു തൽത്തീഫി എന്ന് പറഞ്ഞാൽ പാലിയേറ്റീവ് സെന്റർ. പാലിയേറ്റീവ് ചികിത്സക്ക് അല്ലെങ്കിൽ മെഡിസിന്, ട്യൂമർ ട്രീറ്റ്മെന്റിലുള്ള പാലിയേറ്റീവ് മെഡിസിന് ഒരു ക്ലിനിക്കൽ ഗൈഡ് ലൈന് ഹെൽത്ത് കൗൺസിൽ കൊണ്ടുവന്നു, പബ്ലിഷ് ചെയ്തു. അത് വദാലിക ബിഹദ്ഫി തഹ്സീനി നൗഇയ്യത്തി ഹയാത്തിൽ മർള വ ഉസരിഹിം, അത് ലക്ഷ്യം വിട്ടുകൊണ്ടാണ്. വദാലിക ബിഹദ്ഫി, അത് ഒരു ലക്ഷ്യത്തോടെ പോയാണ്. എന്ത് ലക്ഷ്യം? തഹ്സീൻ നൗഇയ്യത്തിൽ ഹയാത്തിൽ മർള, രോഗിയുടെ ജീവിതത്തിന്റെ ക്വാളിറ്റി അത് മെച്ചപ്പെടുത്തുക, ബെറ്റർമെന്റ് ചെയ്യുക. തഹ്സീൻ തന്നെ ബെറ്റർമെന്റ് ചെയ്യുക, അത് മെച്ചപ്പെടുത്തുക. അപ്പൊ അതിന്റെ ക്വാളിറ്റി മെച്ചപ്പെടുത്തുക, രോഗികളുടെ ജീവിത ക്വാളിറ്റി, ലൈഫ് ക്വാളിറ്റി അത് മെച്ചപ്പെടുത്തുക, അത് ബെറ്റർമെന്റ് ചെയ്യുക. വൗസരിഹിം, അവരുടെ കുടുംബത്തിന്റെയും അവര് രോഗികളുടെയും ജീവിത ലൈഫ് ക്വാളിറ്റി അത് ബെറ്റർമെന്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന്. പിന്നെ അബ്രസ് മുബാദറാത്തിൽ മജ്ലിസ് സഹീലി തഹ്സീനി ജൗദത്തിൽ ഹയാത്ത്, ക്വാളിറ്റി ലൈഫ് ബില്ലിന്റെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഇനിഷ്യേറ്റീവ്സുകൾ, സംരംഭങ്ങൾ. അബ്രസ് അതിൽ ഏറ്റവും വ്യത്യസ്തമായി മുൻപന്തിയിൽ നിൽക്കുന്ന സംരംഭങ്ങൾ. ഖുത്ത വതനിയ ലിൽ ഇഹാല സഹിയ, വിശദീകരിച്ചതാണ് നമ്മൾ. മെഡിക്കൽ അല്ലെങ്കിൽ ഹെൽത്ത് റഫറൽ വേണ്ടിയുള്ള ഒരു നാഷണൽ പ്ലാൻ. അതുപോലെ സിജിൽ വതനി ലിൽ ഇഹാല സഹിയ, ഒരു നാഷണൽ രജിസ്ട്രിയും.
ലിഹാല സഹിയ ഹെൽത്ത് റഫറലിനുള്ള ഒരു നാഷണൽ രജിസ്ട്രി, ഒരു നല്ലൊരു രജിസ്ട്രി ഉണ്ടാവണം എന്നുള്ളൊരർത്ഥം. പിന്നെ തത്വീരുൽ ജൗദ വ മആയിറു സലാമ, ഈ ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യുക. അതുപോലെ തന്നെ വ മആയിരി സലാമ, സേഫ്റ്റിന്റെ മെഷേഴ്സ്, അതിന്റെ മെഷർ, അതിന്റെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ അതിന്റെ മെഷർ അത് ഡെവലപ്പ് ചെയ്യുക. തൻഷീത്ത് ബറാമിജ് തബറുഅ ബിൽ അഅ്ളാ, അവയവദാന പ്രോഗ്രാം അത് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുക. തത്ബീഖ് ഇസ്തിറാറ്റീജിയത്ത് റിആയ സിഹിയ, ഹെൽത്ത് കെയർ സ്ട്രാറ്റജി അതിന്റെ ഇംപ്ലിമെന്റ് മുബാദറാത്ത്, ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സംരംഭങ്ങൾ. അസ്സലാമു അലൈക്കും.